വഖദ് ദുഇയ മുസ്ലിമുൻ സിയാദ് റഹിമഹുല്ലാഹു തആല ഇലാ വലീമത്തിൻ. ഒരു സൽക്കാരത്തിലേക്കോ സദ്യയിലേക്കോ മഹാനവർകൾ ക്ഷണിക്കപ്പെട്ടു. ആരെ? മുസ്ലിമിനും സിയാദ് എന്നവരെ. സദ്യയിലേക്ക് മുമ്പിൽ എത്തിയില്ല, പിന്തിപ്പോയി. സുമ്മദഹബ, സദ്യ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചാള് വീട്ടിലേക്ക് എത്തിയത്. പിന്നീട് മുമ്പിൽ പോയി. ഫലമ്മാർ ആഹു സാഹിബുൽ വലീമത്തി, സദ്യ ഉണ്ടാക്കിയ ഉടമസ്ഥൻ മഹാനായ മുസ്ലിമിന് സിയാദ് തങ്ങളെ വരവ് കണ്ടപ്പോൾ ആരല്ലോ ഇന്നൊക്കെ കത് അവത്തവത്ത. അപ്പൊ സാഹിബുൽ വലീമത്ത് മുസ്ലിം എന്നോട് ചോദിക്കുകയാണ്, താങ്കൾ പിന്തിയിലെ? ക്ഷണിച്ച സമയത്ത് എത്തിയില്ലല്ലോ, നിങ്ങൾ മാത്രമാണ് പിന്തിയത്. വക്കത് അക്കരനാസു താമ, ക്ഷണിച്ചോലൊക്കെ വന്നു, ഒരു ഭക്ഷണം കഴിച്ചു പോയി. വദഹബു, ഒരു പോയി. ഒമാ ബാക്കിയ ഷെയ്വൻ, ഇനി ഇവിടെ ഒന്നുമില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് തരാം, ഇവിടെ ഒന്നുമില്ലാതെ സാഹിബുൽ വലീമ പറഞ്ഞു. ഫഖാലഹു മുസ്ലിമുൻ, അപ്പൊ പിന്നെ മുസ്ലിം എന്നവര് ആ ഉടമസ്ഥരോട് പറഞ്ഞു, ലഅല്ലൽ ഖിസാ, അത് ബഖിയ ഫീഹാ ഷൈഉൻ മിനൽ ഹസ്ഫു. അവിടെ പ്ലേറ്റ് ഉണ്ടാവുമല്ലോ, ആ പ്ലേറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാം, അതുണ്ടായേക്കാം. അത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന വല്ലതും അതിലുണ്ടാവുമല്ലോ പറഞ്ഞു. ഫഖാലഹു, അപ്പൊ സാഹിബുൽ വലീമത്ത് മുസ്ലിം എന്നോട് ഈ വാക്ക് പറഞ്ഞ പറയാണ്, ഇന്നാ ഖദ് വസൽനാഹ, പ്ലേറ്റുകളെല്ലാം നിങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു പറഞ്ഞു. ഫഖാല, അപ്പൊ മുസ്ലിം എന്നവര് പറയാണ്, ലഅല്ലൽ ഖുദൂറ ഖദ് ബഖിയ ഫീഹാ ഷൈഉൻ, എന്നാ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്ന ചട്ടികളുണ്ടാവുമല്ലോ, കുടുക്കകളൊക്കെ, ആ ചെമ്പിലൊക്കെ അവശേഷിക്കുന്നുണ്ടാവും അതിയാർന്നു. ഫഖാല, അപ്പൊ സാഹിബുൽ വലീമത്ത് പറയാണ്, വഖദ് വസൽനാഹ ഇദൻ, അത് ഞങ്ങൾ പ്ലേറ്റ് കഴുകി വെച്ചതുപോലെ കുടുക്കിയും പാത്രം ചെമ്പട്ടൊക്കെ കഴുകി വെച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പൊ പിന്നെ വഖാല സാഹിബുൽ വലീമയോടെയും മുസ്ലിം എന്ന് പറയാണ്, ലഅല്ല കസിറത്തൻ മിൻ ഖുബ്സിൻ, എന്നാ വല്ല റൊട്ടിന്റെ കഷ്ടം ഉണ്ടായേക്കാം, അത് മതിയാണ്. ഫഖാലഹു, അപ്പൊ സാഹിബുൽ വലീമത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ലം യബ്ഖ ഇൻദനാ വലാ ലഖമത്തുൻ വാഹിദ, ഞങ്ങളടുക്കൽ ഒന്നുമില്ല, ഒരു പിടി ഭക്ഷണം പോലും ഇല്ല, കഴിഞ്ഞു പോയാണ്. ഇത് കേട്ടപ്പോൾ കാല, മഹാനായ മുസ്ലിം എന്നവര് ഈ ചരിത്രം പറയുന്നത് പറയാ, ഇന്ദാലിക്ക, ഇത് കേട്ടപ്പോ ആ സമയത്ത് ചിരിച്ചുപോയി. ആരെയും മുസ്ലിം എന്ന് ചിരിച്ചു. മൂപ്പര് മടങ്ങിപ്പോയി. ചോദിച്ചപ്പോ ഒന്നുമില്ലല്ലോ, അത് കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞു. അപ്പൊ അവസാനത്ത് കേട്ടപ്പോ ചിരിച്ചാൽ ഉക്രാൻ പോയി ചെയ്തു. കാവിലകു, അപ്പോലൊക്കെ പാടെ ചോദിച്ചു, ഇന്നക്കരം തതകദ്ദർ മിൻഹു ഓനഹനറാക്ക അത് തപസ്സംത, ഞങ്ങളിതൊക്കെ പറഞ്ഞപ്പോഴും ഇവിടെ ഒന്നും ഇല്ലല്ലോ, എന്നിരിക്കാതെ താങ്കൾ എന്നൊരു അരിഷ്ടമൊന്നും കാണുന്നില്ല, ഒരു കലർപ്പും വ്യത്യാസമൊന്നും കാണുന്നില്ല, ഞങ്ങളാണെങ്കിൽ താങ്കൾ ചിരിക്കുന്നപ്പോ കാണുന്നത് പറഞ്ഞു. അപ്പൊ കാണാം. അപ്പൊ മുസ്ലിം എന്നവര് പറയാ, ഇന്നർ റജുല കദ്ആന, ഒരാണ് നമ്മൾ വിളിച്ചു, ബിനിയ്യത്തിൻ സ്വാരികത്തിൻ, നല്ല കരുത്ത് പ്രകാരം വിളിച്ചത്. അങ്ങനെ പറഞ്ഞ കദാലിക ബിനിയ്യത്തിൻ സ്വാരിഹ, നല്ലൊരു കരുത്തുമായിട്ടാ നമ്മൾ വന്നതും. രണ്ടാമത് നിയ്യത്ത് സാറ. അപ്പൊ അലാമാനത്തക്കത്തറ മിൻഹു, പിന്നപ്പോ ഇതിന്ന് ഏത് കാര്യത്തിന്റെ മേലാ ഞാൻ വ്യത്യാസം കാണിക്കേണ്ടതും വിഷമം കാണിക്കേണ്ടതൊക്കെ ഏത് ചോദിച്ചു. അവിടെ മനസ്സിന്റെ ശുദ്ധി എന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്. വഖദ് ദഖല ജമാഅത്തുൻ ദാറ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹു തആല വഹുവ ഗായിബൻ. സുഫിയാനി സൗരി തന്റെ വീട്ടിലില്ല, എവിടെയോ പോയതാണ്. ആ സന്ദർഭത്തിൽ സുഫിയാനി സൗരിയുടെ വീട്ടിലേക്ക് ഒരു സംഘം കടന്നു വന്നു. അങ്ങനെ വന്നു നോക്കുമ്പോ അഹദുമായി യൗക്കുലൂന, അവർക്ക് തിന്നാൻ പറ്റുമെങ്കിൽ എടുത്തവർ പിടിച്ചു തിന്നു. ആ ജലസൂ യൗക്കുലൂന, അങ്ങനെ അവരെന്തായി തിന്നുന്നവരായിക്കൊണ്ടിരുന്നു. സുഫിയാൻ, സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ നന്മയിൽ വർത്തമാനം പറഞ്ഞും ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ബൈനമാഹും കദാലിക, അങ്ങനെ അവരിയ്ക്കുന്നതിന്റെ ഇടയിൽ ഇത് അക്ബർ സുഫിയാനു, ബഹുമാനപ്പെട്ട സുഫിയാൻ എന്നവർ കടന്നു വന്നു. അപ്പൊ വജദഹും അലാ തിൽക്കൽ ഹാലത്തീന, വന്നു നോക്കുമ്പോ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ച് വർത്താനം പറയാൻ ഇരിക്കാനില്ല. അപ്പൊ വക്ക, ഇത് കണ്ടപ്പോ മഹാനോട് കരഞ്ഞുപോയി. കരഞ്ഞപ്പോ കാലുഹു, മഹാനായ സുഫിയാൻ എന്നോട് ചോദിച്ചു അവരെല്ലാരും, മായുബിക്ക, നിങ്ങളെ കരയിപ്പിച്ചത് എന്തെവിടെ ഉണ്ടായി ചോദിച്ചു. കാല സുഫിയാൻ സൗരി പറയാണ്,
കൈബലാബിക്ക് ഞാൻ എങ്ങനെ കരയാതിരിക്കും? വക്കർ ദഗർത്തുമൂനി നിങ്ങളെല്ലാം എന്നെ പറ്റി പറഞ്ഞില്ലേ ബി അഹ്വാനി സലഫി സ്വാലി മുൻകഴിഞ്ഞു പോയ മഹാരഥന്മാരുടെ ഗുണമുള്ള ആൾക്കാരാണ്. അവിടെ അതേ അവസ്ഥ എനിക്കുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, അതോടെ ഞാൻ കരഞ്ഞത് തന്നു. വാമൽത്തുമൂനി നിങ്ങളെല്ലാവരും എന്നോട് ഇടപെട്ടു ബി അഹ്ലാഖി സ്വാലിഹീന നല്ലവരായ ആൾക്കാരുടെ സ്വഭാവമായിക്കൊണ്ടാണ് നിങ്ങൾ എന്നോട് ഇടപെട്ടിരിക്കുന്നത്. വലസ്തു മിന്നും എന്നാൽ ആ അഹ്ലാഖുസ്താന്റെ കൂട്ടത്തിൽ പെട്ടവരല്ല ഞാൻ എന്ന് പറയും. അത്രത്തോളം താഴ്മയും വിനയുമാണ് അവർ കാണിച്ചതും പറഞ്ഞതൊക്കെ. ബഖിയ്യത്ത് ബിനു വലീദ് പറയുന്നത് ആയിരുന്നു യദ്ഖുലു ദാറ സദീഖിഹി ഫീ ഗൈബത്തിഹി തന്റെ കൂട്ടുകാരൻ വീട്ടിലില്ലാത്ത സന്ദർഭത്തിൽ തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ചെല്ലും. ആര്? ബഖിയ്യത്ത് എന്നവര്. യഖുദുൽ ഖദറ ചട്ടിയെടുക്കും. മിൻ അലന്നാരി തീന്റെ മുകളിൽ ചട്ടിയെടുക്കും. യളഹു അലാ ബാബിദാർ വീടിന്റെ ഗേറ്റ് വാതിൽക്ക് കൊണ്ടു വെക്കും. നിർഭയക്കുരു മിന്നു അതിനാ ഉപരി ഭക്ഷിക്കുക. ഇതാണ് ഉപര പണി. യുഫർരിഖു അലൽ ഫുഖറാഇ വൽ മസാകിൻ സാധുക്കളും ഫക്കീറന്മാരൊക്കെ അവിടെ ഉണ്ടാവും. ഓർക്കൊക്കെ ഇങ്ങനെ വീതിച്ചു കൊടുക്കും. ആര്? വീട്ടിന്റെ ഉടമസ്ഥനല്ല, വീട്ടിന്റെ ഉടമസ്ഥനല്ലാത്ത മറ്റൊരാണ്. അതാണ് വളരെ ബഖിയ്യത്തെന്നവരാണത്. ഫൈദാ ജാ അഖൂഹു അങ്ങനെ അദ്ദേഹത്തിന്റെ സഹോദരൻ വന്നപ്പോ ഫർഹബിദാലിക്ക് അതുകൊണ്ട് വല്ലാതെ സന്തോഷം ഉണ്ടായി. വഖാല അദ്ദേഹം പറയും ചെയ്തു ജസാക്കല്ലാഹു മിൻ നഫ്സിൻ സ്വാലിഹിൻ ഖൈറാ നല്ലൊരു സഹോദരനിൽ നിന്ന് നന്മ നിങ്ങൾക്ക് അല്ലാഹു തആല പ്രതിഫലം ചെയ്യട്ടെ പ്രാർത്ഥന ചെയ്തു. അങ്ങനെ എന്ത് പറയുന്നത്? ഖദ്ദംതു ഞങ്ങൾ മുന്തിച്ചു മാലന ഞങ്ങൾക്കുള്ള സമ്പത്ത് ലിയൗമി മആദിന ഞങ്ങളെ മടക്കസ്ഥലത്തേക്കുള്ള ഞങ്ങളുടെ സമ്പത്തുണ്ടല്ലോ ആ ഒരു സമ്പത്ത് എന്താണെന്നറിയാമോ? ഖദ്ദംതല്ലേ നീ മുന്തിച്ചിരിക്കുന്നു എന്നാണ് വന്ന ആള് കണ്ട പറയുന്നത്. നന്മയാണ് പറയാ. വഖദ്കാന ജാഫർ ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു യഖൂൽ മഹാൻ പറയുന്നു ബീസൽ അഖ് ഒരു സഹോദരൻ വളരെ മോശമാണ്. എങ്ങനത്തെ സഹോദരൻ? മിൻ ലാ യതജറഉ അഖൂഹു അവന്റെ സഹോദരന് എന്താണ് ധൈര്യം കാണിക്കൂല. മിൻ അൻ യഫ്ത കീസു ബി ഗൈബത്തിഹി തന്റെ അസാന്നിധ്യത്തിൽ തന്റെ കീസന് തുറക്കാൻ ഒരു തന്റെ സഹോദരൻ ധൈര്യം കാണിക്കൂല. അങ്ങനത്തെ ഒരുത്തം വളരെ കൂട്ടുകെട്ട് മോശമായിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹുദിനു അതിന് കൊടുക്കും. മായു ഇല്ലെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യം അതൊക്കെ ഉള്ള കൊടുക്കും. ബിവാരി ഇതിനാണ് സമ്മതമല്ലാത്തതിനെടുക്കും ചെയ്യും. ഇതാണല്ലോ അവന്റെ അവസ്ഥ മോശമാണ്. ഉത്സു അവിടെ എനിക്ക് പറയാണ്ട് യത്തുറുക്കു അഴുതും ദാലിക അവരിൽ ചിലർ ഇതിനെ ഉപേക്ഷിക്കും. അത് ലാലിമായാലമഹു മിൻ അഖീഹി മിനൽ മുഖൽ തന്റെ സഹോദരൻ ഈ സഹോദരൻ എന്തുണ്ട് ബഖീൽക്കാരനാണ് എന്ന് അറിഞ്ഞതിന് വേണ്ടിയല്ല. ബൽ പിന്നെയോ ഖിയാസൻ അലാ നഫ്സിഹി സ്വന്തം ശരീരത്തിന്റെ മേലിൽ തുലനപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യണത്. മാറുന്നു നോക്കിയിട്ടല്ല. അല്ലാഹു അഅലം. വകാന ഹാമിദുൽ ലഫാഫ് റഹിമഹുല്ലാഹ് മഹാനവറുകൾ യഖൂലു പറയുന്നു വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം മാ കുന്നാ നദുന്നു അന്നനാ നഈസു ഇല്ലാ സമാൻ ഒരു കാലഘട്ടം വരെ ഞങ്ങളൊക്കെ ജീവിക്കും എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നവരല്ല. എങ്ങനെ? സാറൽ അഖു സഹോദരനാവും. എന്താകും? ഇതാ അഖാഹു ഷൈഅൻ വല്ലൊരു വസ്തുവും തന്റെ സഹോദരന് അവൻ നൽകിയാൽ യറാലോ ഖദറൻ ബി ഖൽബിഹി അപ്പൊ എന്ത് ചെയ്യും? അവന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനമാനത്തെ അവൻ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാലം വരും. ആ കാലം വരെ ഞങ്ങൾ ജീവിക്കുന്ന ധാരൊന്നും നമുക്കില്ലാതെ. അപ്പൊ വൈദ അൽഹറ അഖൂക മഹബ്ബതക നിന്നോടുള്ള സ്നേഹം നിന്റെ സഹോദരൻ പ്രകടമാക്കി കാണിച്ചു തന്നാൽ ഫലാ തുബാദിരി ഇലാ തസ്ദീഖിഹി ഓനെ സത്യമാക്കുന്നതിലേക്ക് നീ വേഗത കാണിക്കണ്ട. കാരണം എന്താ? ഫൈനൽ ഇഖ്വാനൽ ആൻ ഇന്നുള്ള സഹോദരന്മാരൊക്കെ കസാറു അവരായി എന്തായി സരീഇൽ ഇൻഖിലാബ് ഇന്ന് കണ്ട അവസ്ഥ പോലെ പിന്നെ സമയത്ത് കാണുക. അതുപോലെ വാസ്തവമാക്കണ്ട.
ഓനങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന്. ഇതാ കറബുക്ക ഇൻസാനും, ഒരു മനുഷ്യൻ നിന്നോട് അടുത്ത് വന്നാൽ ഫക്കുൻ മിൻഹു അല ഹദർ, എന്നാൽ ആ അടുത്ത് വന്ന മനുഷ്യനോട് പേടി നിനക്ക് വേണം കേട്ടോ. എപ്പോഴും നിമിഷം ചലിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഇന്നത്തെ അവസ്ഥ. ഫഖദ് കാന അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു യഖുൽ, മഹാൻ പറയാണ്, മൻ അദ്ഖല അലാ ഇഖ്വാനിഹി സുറൂറ, ഒരാൾ തന്റെ സഹോദരന്റെ മേൽ സന്തോഷം നല്ല കടത്തിവിട്ടാൽ ഫഹുവ മിനൽ ആമിനീന മിൻ അദാബില്ലാഹി തആല യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അല്ലാഹു തആലാന്റെ ശിക്ഷയെ തൊട്ട് നിർഭയത്വമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽ ഇവനും വിട്ടുപോയി.